ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടിക്കാൻ പോണ സാധനം ഉണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഈ കഴിക്കുന്ന സിംഗിൾ മാൾട്ടിലെല്ലാം ആൾക്കാർ ഇതിനൊരു രാജകീയ പദവി കൊടുത്തിട്ടുണ്ട് ഈ സാധനത്തിന്. ഏതാ സാധനം? ദ മെക്കലൻ 12-year-old സാധനം. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, നല്ല സാധനം അത്. ഇതിവിടെ കുറച്ച് കുറച്ച് വിലയുണ്ട് ഇതിന്. കണ്ടാ എന്തെന്ന സാധനമല്ലേ. ഇതിൻ്റെ കുപ്പി ഉണ്ടല്ലോ, എനിക്ക് ഇതിൻ്റെ കുപ്പി കാണുമ്പോൾ പോഷിൻ്റെ കാറില്ലേ, 911 അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആ സ്റ്റിക്കറിനും ഇതിൻ്റെയൊക്കെ എന്ത് ഗ്ലേസിങ്ങാന്ന് നോക്കി, എൻ്റെ എന്ത് രസം കാണാൻ സാധനം. ഇത് ഡബിൾ കാസ്കാണ്, അതായത് ഒന്ന് ഷെറി സീസൺ ചെയ്തിട്ട്, ഒന്നില്ലെങ്കിൽ യൂറോപ്യൻ കാസ്ക് അല്ലെങ്കിൽ അമേരിക്കൻ ഓക്ക് കാസ്കിലിട്ടിട്ട് ചെയ്ത സാധനമാണ്. ഇതിൻ്റെ കളർ നോക്കുക, അതായത് വൈകുന്നേരേ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കില്ലേ, അതിൻ്റെ ആ ഒരു ഭംഗി അതിന്. അപ്പം നമുക്കത് സ്വല്പം ഒന്ന് അടിച്ചു നോക്കാം. എനിക്കിത് പൊട്ടിക്കാൻ തന്നെ തോന്നുന്നില്ല, എന്തെന്നാ ഭംഗി. എൻ്റെ ആ സ്റ്റിക്കറിന് ഭയങ്കര രസമാണ്. ഇതെല്ലാം നല്ല വൃത്തിയിൽ പൊട്ടിക്കാം. നമ്മൾ എല്ലാവരും നമ്മുടെ വടംവലിയൊക്കെ കണ്ടെന്ന് വിചാരിക്കണം. നമ്മളാണ് ന്യൂസിലാൻഡിൽ ചാമ്പ്യൻ ആയതിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അടിക്കണ സാധനമാണ് മെക്കലൻ. എനിക്ക് തന്നെ ഒരു ട്രീറ്റ് തരാമെന്ന് വിചാരിച്ചു ഞാൻ. ചോക്ലേറ്റിൻ്റെ ഒക്കെ മണം അതിന്, ഇന്നും ലിക്കറിൻ്റെ മണം അല്ല അതിന്, ചോക്ലേറ്റിൻ്റെ മണം. സ്വല്പം ആദ്യം എടുക്കാം. കളർ ഉണ്ടാവണ്ടേ, സ്വല്പം എടുത്തു. പാലറ്റ് ടെസ്റ്റിനാണ് എടുക്കണത്, പക്ഷേ കുറച്ച് കൂടുതൽ എടുത്തു ഞാൻ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഓക്കെ, കുപ്പിയുടെ ഭംഗി തന്നെ. സ്വല്പം എടുക്കുക. വനിലയുടെ ഫ്ലേവർ തന്നെ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എന്താ ഇതെനിക്ക് സോഡ ഒഴിച്ച് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടല്ലോ ഇങ്ങനെ, ഇത് നോക്കിക്കോട്ടോ, കറക്റ്റായിട്ട് കണ്ടോ, നോക്കണേ, നോക്കട്ടെ. ഇറക്കാൻ തോന്നില്ല. വായിൽ തന്നെ വെച്ചിട്ട് കുറച്ചു നേരം വായിൽ വയ്ക്കുമ്പോണ്ടല്ലോ, നമ്മുടെ മിൽക്കി ബാർ ഇല്ലേ, നാട്ടിലെ മിൽക്കി ബാർ, അതിൻ്റെ മധുരമല്ല, അതിൻ്റെ ടേസ്റ്റ് വരും. അതുപോലെ സിട്രസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. വനില ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടാം. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കിന് ഒരെണ്ണം കൂടി ഒഴിച്ചിട്ട്, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ചെറുത് ഒഴിച്ചിട്ട് സോഡ ഒഴിക്കുമ്പോൾ എനിക്കുണ്ടല്ലോ എപ്പോഴും കുറച്ചൊന്ന് പതപ്പിക്കണം. അമ്മ, എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുത്തിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ കഴിക്കാൻ എന്താണെന്ന് പറയും, നൊസ്റ്റാൾജിയ. നമ്മുടെ കപ്പ മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ സാധനം. അതായത് മെക്കലൻ സിംഗിൾ മാൾട്ട് വിസ്കി അടിക്കുമ്പോൾ ഞാനിവിടെ ന്യൂസിലാൻഡിൽ ഇരുന്നിട്ട് കൂടെ കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ തനി കപ്പ. ഞാനിത് ശരിക്കും എന്നോട് തന്നെ പറയും, നിന്റെ യോഗമാണ് ജിംസാണ്. കാരണം ഈ സാധനം അടിക്കുമ്പോൾ ന്യൂസിലാൻഡിൽ ഇരുന്ന് കപ്പയും കൂട്ടി അടിക്കുന്നത് എനിക്കൊന്ന് ലോകത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോകത്തിൽ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. എന്താ സുഖമെന്നറിയോ, കപ്പയുടെ ഒരു നാര്. അപ്പോൾ അത് തല്ലിൽ നോട്ടെ, കപ്പ കഴിക്കുമ്പോൾ നാരൊക്കെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, കിട്ടുക്കാച്ചി സാധനമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നെൽസൺ ഉണ്ട്, നമ്മൾ വടംവലിയിലൊക്കെ നമ്മുടെ ടീമിലല്ല, വേറെ ടീമിൽ, അലക്സ് എന്ന് പറഞ്ഞിട്ട്. അലക്സ് കുറേ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ മെക്കലിനെ ഒന്ന് ചെയ്യുന്നു.
ഈ വടംവലിയുടെ സമയത്ത് ആൾ വന്നിട്ടുണ്ടായി. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ പറഞ്ഞ് കുപ്പി ചെയ്തില്ല ചേട്ടാന്ന്. ഞാനുണ്ടല്ലോ ഇത് ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്നൊരു ഫ്രണ്ട് വന്നു, നിതിൻ. അവൻ വന്നപ്പോൾ നമ്മളത് അടിച്ചു തീർത്തു. പിന്നെ വേറൊരു സമയത്ത് ഇതുപോലെ മെക്കെല്ലാം വാങ്ങിച്ച് വെച്ച് വേറൊരാൾ വന്നു കഴിഞ്ഞപ്പോൾ അത് പഠിച്ചു. അപ്പോൾ അങ്ങനെ അത് മിസ്സായി പോയതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്നേ ചെയ്യേണ്ടതായിരുന്നു. മെക്കെല്ലൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന സാധനമാണ്. മെക്കെല്ലനും ഗ്ലെൻഫിഡിക്കൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവും. സൂപ്പർ ടേസ്റ്റ് സാധനമാണ്. പിന്നെ എല്ലാവരും ഈ സാധനമൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കഴിക്കണം. ഇതിൽ എഴുതിയിട്ടുണ്ട് പ്ലീസ് എൻജോയ് റെസ്പോൺസിബിളി. അതായത് നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കഴിക്കുക. നല്ല ഫുഡൊക്കെ അടിച്ച് ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി മെല്ലേനെ സാധനം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ നല്ല പരമസുഖമോ. അതിൻ്റെ കൂടെ ഇതുപോലെ ഈ നൊസ്റ്റാൾജിയക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നാട്ടിലിരിക്കുമ്പോൾ എത്രത്തോളം ഇത് അറിയില്ല. കപ്പ ഇടുക്കായി കപ്പയാ ആൻറ്റി സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടുക്കായി. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളും ചിലപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി അടിക്കൂട്ടാ. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരെണ്ണം കൂടി ചിലപ്പോൾ അടിച്ചു എന്ന് വരും. കപ്പയും കോമ്പിനേഷൻ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അടിച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. താങ്ക് യു.